കൈത്താക്കാലം ആറാം ഞായർ. യോഹന്നാൻ 6:16-24 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ പിന്നിലുള്ള ഉൾക്കാഴ്ചയിലേക്ക് എത്തണമെങ്കിൽ മത്തായി 14:28-32 വരെയും മർക്കോസ് 6:45-52 വരെയും നമ്മൾ വായിക്കണം. അപ്പോഴേ കഥാവിഷ്കരണം പൂർത്തിയാകുകയുള്ളൂ. സംഭവബഹുലമായ ഒരു ദിവസം അവസാനിച്ചപ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരെ കടൽ മാർഗം കഫർനാമിലേക്ക് അയക്കുകയാണ്. അവിടുന്നാകട്ടെ പ്രാർത്ഥനയിൽ തനിച്ചായിരിക്കുവാനും പിതാവിനോട് സംഭാഷിക്കുവാനുമായി മലമുകളിലേക്ക് പോയി. ശിഷ്യന്മാരും ആ സന്ധ്യാവേളയിൽ ഒരേകാന്തതയിലേക്കാണ് കടലിലൂടെ നീങ്ങിയത്. കർത്താവ് കൂടെയില്ല. കടൽ ആ നിമിഷം ഭീതിപ്പെടുത്തുന്നതായിരുന്നു. കടലിലൂടെ തുഴഞ്ഞു പോകുന്നതിൽ അത്ര അധ്വാനമൊന്നുമില്ലായിരുന്നെങ്കിലും അവർ ക്ഷീണിതരായിരുന്നതിനാൽ കാറ്റിനെതിരായ തുഴച്ചിൽ ഭാരമുള്ളതായി അവർക്ക് അനുഭവപ്പെട്ടു. കടലിലൂടെയുള്ള യാത്ര ഒരു വിശ്രമമാകേണ്ടതായിരുന്നു. അതവർക്ക് നഷ്ടപ്പെട്ടു. ഒപ്പം രാത്രി സൃഷ്ടിക്കുന്ന ഏകാന്തതയും കർത്താവ് ഈശോ കൂടെയില്ലാത്ത അവസ്ഥയും അവരുടെ ഉന്മേഷത്തെ അവരിൽ നിന്നും എടുത്തുകളഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ കാറ്റിലും കോളിലും പെട്ട അവരുടെ വഞ്ചി അവരിൽ അവശേഷിച്ചിരുന്ന സുരക്ഷിതത്വവും എടുത്തുകളഞ്ഞു. അപ്പോൾ അവർ കർത്താവിനെ അനുസ്മരിച്ചു കാണും. ആ അനുസ്മരണം ഒരു ദർശനത്തിൻ്റെ അനുഭവമായി. കർത്താവ് തിരമാലകളുടെ മുകളിലൂടെ ഉറപ്പുള്ള കരയിലൂടെ എന്നവണ്ണം അവരുടെ പക്കലേക്ക് നടന്നെടുക്കുന്നു. അവരുടെ ഏകാന്തതയിലും ഭയത്തിലും ആ ദർശനത്തിൽ കർത്താവിന് പകരം ഭൂതത്തെയാണ് അവർക്ക് ചിത്രീകരിക്കുവാൻ സാധിച്ചത്. അവർ ഭീതിയിൽ നിലവിളിച്ചു. പ്രത്യുത്തരം കർത്താവിൻ്റെ സ്വാന്തനപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു. ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് കർത്താവിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് ജലത്തിൻ്റെ മീതെ അവിടുത്തെ പോലെ നടന്ന് അവിടുത്തെ പക്കലെത്തുവാൻ ആഗ്രഹിച്ചു. കർത്താവിൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുവാൻ കൽപ്പിക്കണമെന്ന് പത്രോസ് അവിടുത്തോട് അപേക്ഷിച്ചു. വരൂ എന്ന് കർത്താവിൻ്റെ പ്രത്യുത്തരവും. കർത്താവ് പത്രോസിന് അത് സാധിച്ചു. എന്നാൽ കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ അപ്രത്യക്ഷമായ ഒരു വിശ്വാസം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. കാലുകൾ വെള്ളത്തിൽ താഴ്ന്നു തുടങ്ങി. തുടർന്ന് നീന്തുവാൻ ശ്രമിക്കുന്നതിന് പകരം കർത്താവെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അയാൾ ചെയ്തത്. കർത്താവ് കൈ നീട്ടി അവനെ പിടിച്ചുയർത്തി. ശിഷ്യന്മാർ വള്ളവുമായി അവരെ അടുത്തെത്തി. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കടൽ ശാന്തമായി. ഉടൻ തന്നെ വള്ളം അതിശയകരമായി കരയ്ക്കടുക്കുകയും ചെയ്തു. കർത്താവിൻ്റെ കൈകളിലൂടെ കടന്നുപോയ അപ്പം അവിടുന്ന് വർദ്ധിപ്പിച്ചതുപോലെ അത് കണ്ട ശിഷ്യന്മാർക്ക് ഇവിടെയും ലഭിച്ചത് അത്ഭുതത്തിൻ്റെ ഒരനുഭവമായിരുന്നു. എന്തെല്ലാമോ വിസ്മയകരമായി സംഭവിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം തന്നെയാണ് അവർക്ക് വിസ്മയകരമായ അനുഭവമായി തീർന്നത്. നമുക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരുപാട് പ്രതീകങ്ങളിലൂടെ അനുഭവിക്കുവാൻ സാധിക്കും. പ്രകൃതി തന്നെ അത്ഭുതങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സ്റ്റേജ് ആയിത്തീരുന്നില്ലേ പലപ്പോഴും? അവ വിശ്വാസത്തിൻ്റെ ഉൾക്കണ്ണുകളോടെ കാണുമ്പോഴാണ് അത്ഭുതങ്ങളായി അവയെ നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഏത് അത്ഭുതത്തിന് പിന്നിലും ദൈവമുണ്ട്. ദൈവമില്ലാത്തിടത്ത് അത്ഭുതത്തിന് പകരം ഭീതിതമായ അനുഭവങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. ഇരുട്ടിൽ നിന്നും നമ്മുടെ പക്കലേക്ക് ഒരു ഭൂതം കടന്നു വരുന്നത് പോലുള്ള അനുഭവം. ഏകാന്തത വ്യക്തിരൂപം പൂണ്ടു നിൽക്കുന്നതാണ് അത് ഒരു ഭൂതമായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത് അസാന്നിധ്യത്തിൻ്റെ എക്സ്പീരിയൻസ് ഓഫ് ആബ്സെൻസ്, അസാന്നിധ്യത്തിൻ്റെ അനുഭവമാണ്. ദൈവം നമ്മുടെ മനസ്സിലും ഭാവനയിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ഏകാന്തത വ്യക്തിരൂപം കൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കും, അശുദ്ധാത്മാവായി. ഇന്നത്തെ സുവിശേഷം മനുഷ്യൻ്റെ ആന്തരികതയുടെ ഒരു വെളിപ്പെടുത്തൽ കൂടെയാണ്. ഏകാന്തത സൃഷ്ടിക്കുന്ന ശൂന്യതയും നിസ്സഹായതയും പിന്നെ ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യത്തിലും കരസ്പർശനത്തിലും സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങളുമാണ് ഈ സുവിശേഷത്തിലൂടെ വെളിവാകുന്നത്. ശിഷ്യന്മാരുടെ ആ കൊച്ചു സമൂഹം അതിന് സാക്ഷികളും ഭാഗഭാക്കുകളുമാകുന്നു. ഇവിടെ വെളിവാകുന്നത് കർത്താവിൻ്റെ സാന്നിധ്യവും അത്ഭുതകരമായ മാറ്റങ്ങളുമാണ്. നമ്മുടെ ആവർത്തനവിരസമായ മോണോട്ടോണസ് ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് വലിയൊരു പ്രസക്തിയുണ്ട്. അവ ജീവിതത്തിൽ വഴിത്തിരിവുകൾ സൃഷ്ടിക്കും, നമ്മുടെ കാഴ്ചപ്പാടുകളുടെ ദിശ മാറ്റും. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പ്രകൃതിയിലാണ്, സമയത്തിൻ്റെ പ്രവാഹത്തിലാണ്, മനുഷ്യകുലത്തിൻ്റെ പ്രവചനാതീതമായ മാറ്റങ്ങളിലും പുരോഗതിയിലുമൊക്കെയാണ്. മാറ്റങ്ങളെ വിലയിരുത്തുവാൻ ദൈവസന്നിധിയിൽ ഉരുത്തിരിയുന്ന ഉൾക്കാഴ്ചകൾ ആവശ്യമാണ്.
പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധങ്ങളും മനുഷ്യകുലമെന്ന പ്രതിഭാസത്തിൽ സംഭവിക്കുന്ന പ്രവചനാതീതമായ മാറ്റങ്ങളുമൊക്കെ പുതിയ ഉൾക്കാഴ്ചകൾക്ക് വേദിയൊരുക്കുന്നു. ദൈവത്തെ തേടാത്ത മനുഷ്യകുലത്തെ നമ്മൾ പേടിക്കണം. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ നടക്കുന്നതെല്ലാം ഇവിടെയും, അതായത് മനുഷ്യകുലത്തിലും സംഭവിക്കുന്നു. ദൈവസാന്നിധ്യമില്ലാത്ത മനുഷ്യൻ്റെയും മനുഷ്യകുലത്തിൻ്റെയും മുഖം ബീഭത്സമാണ്. ഈയൊരു ചിന്തയ്ക്കും ഇന്നത്തെ സുവിശേഷത്തിൽ പ്രസക്തിയുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ മതാത്മകത, റിലിജിയോസിറ്റി നമ്മൾ പടുത്തുയർത്തേണ്ടത് ഭീതിയിലല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യാനുഭവത്തിലും സ്പർശനാനുഭവത്തിലുമാണ്. ദൈവം സ്പർശിക്കുന്നവരിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അവരാണ് പ്രകമ്പനം കൊള്ളുന്ന ഈ ലോകത്തിന് താങ്ങായി തീരേണ്ടത്. കർത്താവിനെ തേടുന്നവർ അധ്വാനിക്കാതെ ലഭിക്കുന്ന അപ്പത്തെയാണ്, അന്നദാതാവായ കർത്താവിനെ അല്ല തേടുന്നതെന്ന വസ്തുതയും ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് വ്യക്തമാക്കുന്നു. അടയാളം, അതായത് ദൈവത്തിൻ്റെ അത്ഭുതം കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്ന് കർത്താവ് പറയുന്നു. അവരുടെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു. അന്നൊന്നിയപ്പത്തിനായുള്ള അന്വേഷണം സാധാരണത്വത്തിലേക്ക്, ഡേ ടു ഡേ എക്സ്പീരിയൻസ് വഴുതി വീഴുന്നു. അതിൻ്റെ പിന്നിൽ സ്വർഗത്തിലേക്ക് നോക്കിയുള്ള പ്രാർത്ഥനയില്ല. നല്ല കാലാവസ്ഥയ്ക്കും നല്ല വിളവിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, എന്നാൽ ദൈവം കൂടെ നിൽക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. ദൈവം കൂടെയുള്ളപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ സുവിശേഷത്തിലെ ഇരുഭാഗങ്ങളിലൂടെയും നമുക്ക് വ്യക്തമാകുന്നത് കർത്താവായ ദൈവം നമ്മുടെ ജീവിതത്തിലെ സാന്നിധ്യാനുഭവമായി തീരുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങളാണ്. പകലും രാവും അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. കരയിലും കടലിലും അവിടുന്ന് നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു. മാറ്റങ്ങളിൽ മാറ്റമില്ലാത്ത അവിടുന്ന് നമ്മോടൊപ്പമുണ്ട്. ഇതെല്ലാം വിശ്വാസത്തിൽ ഉറച്ച നമ്മുടെ ആന്തരികതയിൽ നമുക്കുണ്ടാകുന്ന അത്ഭുതകരമായ അനുഭവങ്ങളാണ്. ആന്തരികതയുടെ അനുഭവം പ്രാർത്ഥനയാകുന്നതും ദൈവകരങ്ങളിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നതും ആഴക്കടലിൽ താണുപോകാതിരിക്കുവാൻ ദൈവം കൈനീട്ടി നമ്മെ രക്ഷിക്കുന്നതുമെല്ലാം അനുഭവമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ആന്തരികതയിലാണ്. ഇവയുടെ എല്ലാം വെളിപ്പെടുത്തൽ കൂടിയാണ് ഇന്നത്തെ സുവിശേഷം. ഏകാന്തതയെ നമുക്ക് സ്നേഹിക്കാം. ദൈവം നമ്മോടുകൂടെയുണ്ട് എന്ന അനുഭവം നമ്മിൽ ശക്തമാകുന്നത് അപ്പോഴാണ് നമ്മൾ തനിച്ചല്ല എന്ന അവബോധം നമുക്കുണ്ടാകുന്നത്. ഈ അനുഭവം പ്രാർത്ഥനയായിത്തീരുന്നു. കർത്താവും മലമുകളിൽ തനിച്ചായിരുന്ന് പിതാവുമായി പ്രാർത്ഥനാ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഏകാന്തതയിൽ തനിച്ചാകുന്ന അനേകരുണ്ട് നമ്മുടെ ഇടയിൽ. അങ്ങനെ തനിച്ചാകുന്നവർക്കും ഇന്നത്തെ സുവിശേഷം സ്വാന്തന അനുഭവമായി തീരട്ടെ. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. നിങ്ങൾ ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.